Somebody is beginning a faithful generation from your life. നിങ്ങൾ നിന്ന് ചിലര് വിശ്വസ്തത നിറഞ്ഞ തലമുറ തുടങ്ങുന്നു. അവന്റെ ഹിതപ്രകാരം നിങ്ങൾ ആയിത്തീരുമ്പോൾ ഒന്നാം രണ്ടാം തലമുറ നിങ്ങൾ തുടങ്ങും. നിങ്ങളുടെ തലമുറയുടെ മേൽ ശാപങ്ങൾ, നിങ്ങളുടെ ബലഹീനതയുടെ മേൽ നിങ്ങൾ ജയം നേടുവാൻ സാധിക്കും. ലാമേക്കിനെ കുറിച്ച് പഠിക്കാം. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദ എന്നും മറ്റവൾക്ക് സീല എന്നു പേര്. ആദ യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്ക്, പശുപാലകന്മാർക്ക് പിതാവായിത്തീരുന്നു. അവന്റെ സഹോദരന് യുബാൽ എന്ന പേര്. ഇവൻ കിന്നരവും വീണവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായിത്തീരുന്നു. സീല തുബൽക്കൈനെ പ്രസവിച്ചു. അവൻ ചെമ്പും കൊണ്ടും ഇരുമ്പും കൊണ്ടുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായിത്തീരുന്നു. തുബൽക്കൈന്റെ പെങ്ങൾ നേമ. ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദയും സീലയും ആയുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. ലാമേക്കിൽ ഭാര്യമാരെ, എന്റെ വചനത്തിന് ചെവി തരുവീൻ. എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എന്റെ പരുക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കൈനു വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ഇവിടെ നോക്കിയാൽ ആൺപൈതങ്ങൾ ഉണ്ടായി. അവർ അനുഗ്രഹിക്കപ്പെട്ടു. അവരുടെ മക്കൾ എന്തു ചെയ്തു? ചില ഭാഗത്ത് ശ്രേഷ്ഠന്മാരായിത്തീർന്നു. അവന്റെ സഹോദരന് യുബാൽ എന്ന പേര്. ഇവൻ കിന്നരവും വീണവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായിത്തീരുന്നു. വീണകളെ പ്രവർത്തിക്കുന്നവനായിത്തീരുന്നു. ഈ വീണകൾ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അവിടെ പാടുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ ലോകപ്രകാരം പാടുന്ന ആ പാട്ടുകൾ, ദിസ് ഈസ് എ വേൾഡ്ലി മ്യൂസിക്. സോ ദീസ് ആർ ദ പീപ്പിൾ. പറഞ്ഞാൽ ഇതെല്ലാം ദൈവത്തിന്റെ ജ്ഞാനമാ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൽ നിന്ന് വേറെയാ. ദേ ആർ ബീയിങ് ഡിസൈനേഴ്സ്. They are instrumental inventors. They have good voices. They can play music. But they are doing it for the entertainment of the world. അടുത്ത വാക്യം 22. സീല തുബൽക്കൈനെ പ്രസവിച്ചു. അവൻ ചെമ്പും കൊണ്ടും ഇരുമ്പും കൊണ്ടുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായിത്തീരുന്നു. തുബൽക്കൈന്റെ പെങ്ങൾ നേമ. Okay, these are engineers. They are artificer in brass and iron. System out of God. എന്ന് പറഞ്ഞാൽ ദൈവമുണ്ടാകുമ്പോൾ ഇതൊക്കെ ഉണ്ടാകുമോ അതോ ഇല്ലയോ? ഉണ്ടാകും. ഇഫ് യു ഹാവ് ദ പ്രസൻസ് ഓഫ് ഗാഡ്, എവറിത്തിങ് ഇസ് ഗുഡ്. ഹാവിംഗ് ദ പ്രസൻസ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ സന്നിധി അതിൽമേൽ ഇല്ലെങ്കിൽ സകലതും വ്യർത്ഥമാ. ദൈവത്തിന്റെ സന്നിധി ഉണ്ടോ ഈ കാര്യത്തിൽ മേൽ? ഇല്ല. ദൈവം ആരാണെന്ന് അവർക്കറിയാമോ? ഇല്ല. അവർ വളരുക. അതിനുശേഷം എന്ത് സംഭവിച്ചു? ലാമേക്ക് അവിടെ പരിക്കേൽപ്പിച്ചു. പരിക്കേൽപ്പിച്ച വ്യക്തിയെ അവൻ കൊന്നു. കൈന് ശേഷം ഇവൻ 7ാമതവൻ. യൂദ 1:14. ആദാം മുതൽ 7ാമനായി ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോട് ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും. And Enoch also, the 7th from Adam, prophesied of these, saying, Behold, the Lord cometh with 10,000 of his saints. ആദമിന്റെ ശേഷം ഹാബേലിന്റെ സ്ഥാനത്ത് ആരെയാ കൊടുത്തിരിക്കുന്നത്? അതും നമുക്ക് നോക്കാം. അത് വായിക്കാം. ഉൽപ്പത്തി 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ആദമിന്റെ വംശപാരമ്പര്യമായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ അവനെ ഉണ്ടാക്കി. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സൃഷ്ടിച്ച നാളിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആദമെന്നു പേര് ഇടുകയും ചെയ്തു. ആദമിന് 130 വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ഷേത്ത് എന്ന് പേരിട്ടു. ലെറ്റ്സ് റീഡ് 25-26. ആദം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. കൈൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്ന് എന്ന് പറഞ്ഞ് അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിനൊരു മകൻ ജനിച്ചു. അവന് ഏനോഷ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഇവിടെ ദൈവം ഹാബേലിന്റെ സ്ഥാനത്ത് ആരെയാ കൊടുത്തത്? ഹാബേൽ ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു. അവൻ ദൈവ ഇഷ്ടപ്രകാരം ജീവിച്ചു. വചനപ്രകാരം അവൻ ജീവിച്ചു. ആ ഹാബേലിന്റെ സ്ഥാനത്താ ശേത്ത് വന്നത്. ആ ശേത്ത് ഏനോഷിന് ജനനം കൊടുത്തു. അന്നേരം തൊട്ട് ജനം ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. ആദം തൊട്ട് 7ാമത്തെ തലമുറ നോക്കുവാണെങ്കിൽ ആരാ? ഹാനോക്ക്. മരണത്തിന്മേൽ ജയം നേടി കടന്നുപോയി. വംശപാരമ്പര്യം നോക്കിയാൽ നമ്മൾ 21-ാമത്തെ വാക്യത്തിൽ ഹാനോക്കിനെ കണ്ടു. ഹാനോക്ക് പ്രവാചകനായിത്തീരുന്നു. നോക്കിയാൽ ഹാനോക്ക് അവിടെ പ്രവചിക്കുന്നതായിട്ട് കാണാൻ പറ്റും.
മരണം കാണാത്ത പ്രവാചകൻ. ആദ്യം തൊട്ട് 7ാമത്തെ തലമുറയിൽ വരുന്നത് ഹനോക്ക. മറ്റ് ഭാഗത്ത് നമ്മൾ നോക്കിയാൽ ലാമേക്ക. ഹബേൽ മുഹാന്തരം ആ തലമുറ തുടങ്ങി. എന്നാൽ ഇവിടോ കൈൻ മുഹാന്തരം. ഒരു പ്രവാചകൻ മരണത്തിന്മേൽ ജയം നേടി കടന്നുപോയി. എന്നാൽ രണ്ടാമത് എന്ന് പറഞ്ഞാൽ മറ്റവനെ കൊന്നിട്ട് എന്നെ പരിക്കേറ്റിയവന് 7 ഇരട്ടി ആയിരിക്കണം. See how, what is the origin and the end. Faith people, they are different generation. 23-24 ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, അതയും സീലയും ആയുള്ളവരെ. അതാന്ന് പറഞ്ഞാൽ സന്തോഷം, ഓർണമെന്റ്, ബ്യൂട്ടി. അത് മാത്രമല്ല, ദൈവം കൊടുത്തു. സകല മിസ്രൈമിനും ആഭരണം കൊടുത്തായിരുന്നു. അടുത്ത പേര് നോക്കാം, സില്ല. അതിനുശേഷം അവളുടെ മകളുടെ പേര് നോക്കിയാൽ നാമ. ശരി, ഇവിടെ നാമ വാക്കിന്റെ അർത്ഥം മനോഹരിതം. അവിടെ എന്ത് സംഭവിച്ചു? കൈന്റെ വംശം അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ ദൈവഹിതപ്രകാരമല്ല, ലോകപ്രകാരമാ അനുഗ്രഹിക്കപ്പെട്ടു. എത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പെട്ടകത്തെ നിങ്ങൾ കാനാനിലേക്ക് കൊണ്ടുപോവുക. ആ പെട്ടകത്തെ കാനാനിലേക്ക് കൊണ്ടുപോയാൽ ഒരു പ്രയോജനമില്ല. സ്വർഗത്തിൽ വഴികൾ സ്വർണത്തിന്റെ ആയിരിക്കും. ബട്ട് വിത്ത് ഗോഡ്, വിത്തൗട്ട് ഗോഡ് ഇറ്റ് ഈസ് ഡേഞ്ചറസ്. വായിച്ചാട്ട്. ലാമേക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞത്, അതയും സീലയും ആയുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. ലാമേക്കിൽ ഭാര്യമാരെ, എന്റെ വചനത്തിന് ചെവി തരുവീൻ. എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എന്റെ പരുക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കൈനു വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. എന്തു ചെയ്തു? ക്രോധം കൂടി. ആര് കൈനെ കൊല്ലുന്നോ അവന്റെ മേൽ 7 ഇരട്ടി ആയിരിക്കുമെന്ന് ഇവിടെ നോക്കിയാൽ, അപ്രകാരം കൊന്നാൽ 77% ഉണ്ടായിരിക്കും. കൾച്ചർ നശിക്കപ്പെട്ടു. ദ വേൾഡ്ലി കൾച്ചർ. നോ ഫോർഗിവ്നെസ്, സ്നേഹമില്ല, ക്ഷമയില്ല, ദയയില്ല, കരുണയില്ല, മേഴ്സിലെസ്. അനുഗ്രഹിക്കപ്പെട്ടു. പട്ടണമുണ്ടായി. പല പട്ടണങ്ങൾ കടന്നു വന്നു. ടെക്നോളജീസ്, വർഷിപ്പ്, മ്യൂസിക്, എവറിഥിങ്. Somebody is developing their instinct to be passionate for God. Kingdom power for a purpose. ഷൗലില്ലായിരുന്നു. അവന് മനസ്സിലായില്ല അതൊരു പദ്ധതിക്ക് വേണ്ടിയാണെന്ന്. David understood for a purpose to serve him. He got blessed. He danced with passion. The 7 from Cain, the 7 from Adam. Your next generation will be more powerful. നിങ്ങൾ വചനം കേൾപ്പീൻ. അവന്റെ സാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുക. അടുത്ത തലമുറ. If you receive, you can do more. അവസാന ദിവസത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചെറുതായിട്ടല്ല തരുന്നത്, പകരും. എനിക്ക് വേണ്ടി. അതിന്റെ അർത്ഥമാ പോരായ്മ. ശൗലിന്റെ അകത്തെ പോരായ്മകൾ, ദാവീദിന്റെ അകത്ത് ആ പോരായ്മകൾ ഉണ്ടായിരുന്നു. അവന്റെ മരണത്തിന്റെ അവസ്ഥ വരെ ആ പോരായ്മ കൊണ്ടുവന്നു ദാവീദിനെ. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് God will purify the iniquity step by step. ദൈവത്തെ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ നമ്മുടെ പോരായ്മ നമ്മുടെ അകത്ത് തന്നെ കാണും. So those who love God, God will slowly, step by step, He will root out your iniquity. ആരൊക്കെ ദൈവത്തെ സ്നേഹിക്കുന്നില്ല, പോരായ്മ മേൽ അവർ ജയിക്കത്തില്ല. അബ്രഹാം അതിൽ മേൽ ജയിച്ചു. ഇസഹാക്ക് ജയിച്ചു. യാക്കോബ് ജയിച്ചു. You will overcome iniquity by loving God and following by faith. നിങ്ങളുടെ താഴ്മ മുഖാന്തരം പലരും നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആയി അവന്റെ ഇഷ്ടപ്രകാരം ചെയ്താൽ 2ഉം 3ഉം അങ്ങനെ നല്ല തലമുറ നിങ്ങൾ ജനിപ്പിക്കും. ഈ വചനം കേൾക്കുന്ന സകല വ്യക്തികളും ഈ ലോകം വിടുന്നതിന് മുമ്പേ നിങ്ങളുടെ തലമുറയുടെ സകല ശാപങ്ങളെയും തലമുറയുടെ സകല പോരായുടെ മേൽ നിങ്ങൾ ജയിക്കും. Somebody is beginning a faithful generation from your life. നസ്രനായ യേശുവേ, പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇന്ന് പകൽക്കാലം ഞങ്ങളോട് സംസാരിച്ചല്ലോ. തലമുറ എപ്രകാരം നടക്കണമെന്ന്. ദൈവസന്നിധിയിൽ വരാത്ത തലമുറ, അതിനുശേഷം ആ തലമുറ ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ട്, ഷേത്തിൽ നിന്ന് കടന്നു വന്ന ഹാനോക്ക് മരണം കാണാതെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നുപോയി. നമ്മുടെ തലമുറയിൽ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് വലിയവനാക്കുവാൻ നീ അഭിഷേകം ചെയ്യണമേ. സകലത്തിലും അനുഗ്രഹം പകരണമേ. നസ്രനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന ചോദിക്കുന്നു. ആമേൻ.